ചേട്ടാ, എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഇത് ഞാനാണ്, ജാനു, ചേട്ടന്റെ ജാനു. ജാനു? ചേട്ടാ, വേണുവിനെയും അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും ഇത്ര ദയവില്ലാതെ അകറ്റാൻ ശ്രമിക്കുന്ന ചേട്ടൻ എന്തുകൊണ്ട് നമ്മുടെ കഥ മറന്നുപോയി? ഇല്ല ജാൻ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രയുണ്ടെന്നറിയാൻ ഒരു ചെറിയ പരീക്ഷ. ജീവിതകാലം മുഴുവൻ എന്റെ ഐശ്വര്യദേവതയായിരുന്നു നീ. നീയുമൊത്ത് കഴിഞ്ഞ ആ ദിവസങ്ങൾ അത് മറക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? ഹലോ, ആരാണ്? എന്താ കാര്യം? ട്രെയിനിലോ? ആണെങ്കിൽ എങ്ങനെ തിരിച്ചറിയും? വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇട്ടിരിക്കുന്നത് അത് തന്നെ. കമ്പാർട്ട്മെന്റ് നമ്പർ 6073 6073. എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഫോൺ നമ്പറും അത് തന്നെ. ഓക്കെ 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 ഓക്കെ. സുകുമാരി, സുകുമാരി, എന്താ വിളിച്ചത്? നിനക്ക് ബാങ്കർ കേശവനുവിന്റെ മകനെ അറിയാമല്ലോ? പിന്നെ അറിയില്ലേ, രാമൻകുട്ടി. അയ്യോ, ഇവളുടെ ഒരു പറവി. ആരാണ് ബുദ്ധിയാണടി നിനക്ക്? ഇടി, നമ്മുടെ മകക്കൊരു പയ്യനെ കണ്ടുവച്ചിട്ടില്ലേ? ബാങ്കർ കേശവനുവിന്റെ മകൻ കൃഷ്ണമേനോൻ. അയാൾ ഇന്നിവിടെ വരുന്നുണ്ട്. എന്താ പയ്യന് ജോലി? അയ്യോ, ഇത് നിന്നോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യമാണ്. അവന് അവന്റെ അച്ഛന്റെ ആശ്രിതനായിട്ട് കഴിയാനോ അങ്ങേരുടെ സ്വത്ത് കൊണ്ട് ജീവിക്കാനോ ഇഷ്ടമല്ല. സ്വന്തം പരിശ്രമം കൊണ്ടേ ജീവിക്കൂ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കഷ്ടം. തലയ്ക്ക് വല്ല അസുഖവും കാണും. തലയ്ക്കസുഖം അയാൾക്കല്ല, നിനക്ക. ഓ, ട്രെയിനിന് സമയമായല്ലോ. നാരായണ, എന്തോ? താൻ ഉടനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ത്രിവേന്ദ്രം മെയിലിന് കാത്തു നിൽക്കണം. ശരി മുതലാളി. നിൽക്കുവടോ, പറഞ്ഞു തീരുന്നതിനൊന്നും ഇറങ്ങി പോവുകയാണ്. അങ്ങ് പറഞ്ഞ പോവാതിരിക്കാൻ പറ്റുമോ? അവിടെ പോയി താൻ എന്ത് ചെയ്യും? അങ്ങ് പറയും പോലെ ഒരു വരക്കിട തെറ്റ് ചെയ്യല. എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മുടെ ഫോൺ നമ്പർ അറിയാമല്ലോ? അറിയാം. അതേ നമ്പറുള്ള കമ്പാർട്ട്മെന്റിൽ നിന്ന് കൃഷ്ണമേനോൻ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിറങ്ങും. നമ്മുടെ ഫോൺ നമ്പറുള്ള കമ്പാർട്ട്മെന്റ്? നമ്മുടെ ഫോൺ നമ്പർ 6073. അത് തന്നെ. അയാൾ എന്റെ വേഷം ഇട്ടുകൊണ്ട് കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങും. മുതലാളിയുടെ വേഷമോ? എന്റെ ഷർട്ടിന്റെ കളർ എന്നൊന്നാ. മൂക്കുപൊടി കളർ. അയാൾ മൂക്കുപൊടി കളർ ഷർട്ടും വെളുത്ത പാന്റും ഇട്ട് ഇറങ്ങും. താൻ സൂത്രത്തിൽ സർവ്വ ബുദ്ധി ഉപയോഗിച്ച് അയാളുമായി അടുക്കണം. എന്നിട്ട് നല്ല ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. മനസ്സിലായി മുതലാളി. എന്ത് മനസ്സിലായി? മൂക്കുപൊടി കളർ കമ്പാർട്ട്മെന്റിൽ നിന്ന് ടെലിഫോൺ നമ്പർ ഷർട്ടുമിട്ട്. അയ്യോ പണ്ടച്ചാരി, അതല്ല. അയാൾ ടെലിഫോൺ നമ്പർ കമ്പാർട്ട്മെന്റിൽ നിന്ന് മൂക്കുപൊടി കളർ ഷർട്ടുമിട്ട് ഇറങ്ങി വരും. മനസ്സിലായോ? പോയി കൂട്ടിക്കൊണ്ടുവാ. കേട്ടോ സുകുമാരി അമ്മേ, അയാൾ ബാങ്കർ കേശവമേനോന്റെ മകനാണെന്നുള്ള വിവരം നമുക്കറിയാമെന്നുള്ള കാര്യം അയാൾ ഒരിക്കലും മനസ്സിലാക്കരുത്. അതായത് അയാളുടെ അച്ഛനാണ് ബാങ്കർ കേശവമേനോൻ എന്നുള്ള വിവരം നമുക്കറിയാമെന്ന് അയാൾ മനസ്സിലാക്കരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. അവര് വന്നു. വന്നോ? വേഗാവട്ടെ. വന്നോ? പിന്നെ പയ്യൻ എന്നോട് ജോലി ചോദിക്കും. ഞാനില്ല, ജോലിയൊന്നുമില്ല എന്ന് പറയും. നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ് എന്ന് പറയണം. ഏത് ഒന്ന് പറഞ്ഞേ? അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. ജാനകി, മോളെ ജാനകി. എന്താച്ചാ? ആ പയ്യൻ വന്നിട്ടുണ്ട്. ഞാൻ കാപ്പി കൊണ്ടുവരാൻ പറഞ്ഞു. നീ കാപ്പി കൊണ്ടുവരണം. ചിരി വരണം, മറക്കരുത്. ഏത്? ചിരി, ചിരി. ആരാ? എന്താ? നമസ്കാരം. അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. ആരെങ്കിലും നമസ്കാരം പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് വിഷമാണ്. അതാണ് കൊടുക്കണം പ്ലീസ് എന്ന് പറഞ്ഞത്. ഏത്? ഞാൻ എന്റെ ചേട്ടന്റെ മകനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? ഓ, ജോലിക്കാര്യം. അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. ഏതുവരെ പഠിച്ചു? എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്താൽ എന്ത് ജോലി ചെയ്യാൻ പറ്റും? എഞ്ചിനീയറിംഗ് തന്നെ. അതെനിക്കറിയാം. ഈ രാജ്യത്ത് തൊഴിലില്ലാത്ത എത്ര എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങ് എനിക്കൊരു ജോലി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഓഹോ, അങ്ങ് വിചാരിച്ചാൽ. സാധ്യമല്ല.
അയ്യോ കഷ്ടം കൊടുക്കണം പ്ലീസ്. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങ് മനസ്സ് വെച്ചാൽ അയാൾ നിവൃത്തിയില്ല. അയ്യോ കഷ്ടം കൊടുക്കണം പ്ലീസ്. ആ ശരി, എന്റെ ഭാര്യ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കാം. വലിയ ഉപകാരം. നാരായണ, എന്തോ? നാളെ രാവിലെ ഇയാൾ ഓഫീസിലേക്ക് കൊണ്ടുവരും. ശരി മുതലാളി. അയ്യോ കഷ്ടം കൊടുക്കണം പ്ലീസ്. എന്ത് കഷ്ടം? ഞാൻ സമ്മതിച്ചു കഴിഞ്ഞല്ലേ? ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ആരെന്ത് ചോദിച്ചാൽ അപ്പ കൊടുക്കണം. ഞാൻ എത്രയോ പറഞ്ഞിട്ടുള്ളതാണ്, ഇത്രയും ദൈവം പാടില്ല. ജാനകി, മോളോട് കാപ്പി കൊണ്ടുവരാൻ പറയൂ. അവൾ എന്തിനു കൊണ്ടുവരുന്നത്? ഞാൻ കൊണ്ടുവരാം. നിങ്ങൾക്ക് സുഖമില്ല സുകുമാരി അമ്മയെ, നിങ്ങൾ ഇവിടെ ഇരിക്കൂ. നിങ്ങൾ ഇരിക്കണം. നാരായണ, താൻ പോയിക്കൊള്ളൂ. ശരി മുതലാളി. ഇരിക്കണം. ഇതെന്റെ മകൾ ജാനകി. മോളെ, ഇത് മിസ്റ്റർ കൃഷ്ണമേനോൻ, എഞ്ചിനീയർ. അങ്ങക്ക് എന്റെ പേരെങ്ങനെ മനസ്സിലായി? നിങ്ങൾ എന്നെ ഇപ്പൊ പറഞ്ഞല്ലോ. എപ്പോ? പറഞ്ഞു മിസ്റ്റർ മേനോൻ, നിങ്ങൾ മറന്നു പോയിട്ടാണ്. കാപ്പി കുടിക്കണം, കുടിക്കണം. എങ്ങനെയുണ്ട് കാപ്പി? നല്ല കാപ്പി. എന്റെ മകൾ ഉണ്ടാക്കിയതാ. അവൾ എന്തുണ്ടാക്കിയാലും അതിന് പ്രത്യേകിച്ചൊരു കൈപുണ്യമാണ്. മനോഹരമായി വീണയും വായിക്കും. ഏത്? ഞാൻ നാളെ ഓഫീസിൽ വന്ന് കണ്ടോളാം. ഓക്കേ, വരട്ടെ. പയ്യൻ എങ്ങനെയുണ്ട്? ആഹാ അയ്യോ കഷ്ടം കൊടുക്കണം പ്ലീസ്. അവൻ അവന്റെ പാർട്ടിയിൽ പോയി പിന്നെയും കൊടുക്കണം പ്ലീസ്. ആവശ്യത്തിന് പറഞ്ഞാ